ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യക്ക് 2 വാർ ഫ്രണ്ട് തുറക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ബിജു ചേട്ടനോട് ചോദിക്കാനുള്ളത്. കാരണം നമ്മുടെ അരിയും വാങ്ങി തിന്നുകൊണ്ട് എല്ലിന്റെ ഇടയിൽ കുത്തുമ്പം ബംഗ്ലാദേശ് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പ്രസ്താവനകൾ നടക്കുന്നുണ്ട്. ഈ ബംഗ്ലാദേശ് ഇപ്പൊ ഇറക്കിയിരിക്കുന്ന പ്രസ്താവന പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അധിനിവേശം നടത്തണമെന്നാണ് ബംഗ്ലാദേശ് മുൻ ജനറൽ പറഞ്ഞിരിക്കുന്നത്. അവന്റെ പേര് ഫസ്ലൂർ റഹ്മാൻ എന്നാണ് അവന്റെ പേര്. അപ്പൊ അവൻ പറഞ്ഞിരിക്കുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അധിനിവേശം നടത്തണമെന്ന്. നേരത്തെ അവന്മാർക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു കണ്ണുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പിരിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപം ഉണ്ടായി ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് പുറത്തു പോയെന്ന് ഷെയ്ഖ് ഹസീന തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ യൂനസ് ചെന്നിട്ട് ചൈനയിൽ പോയി പറഞ്ഞിട്ടുണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നമുക്ക് ഈസി ആയിട്ട് വേണമെങ്കിൽ പിടിച്ചെടുക്കാം, അവിടെ കരയില്ല, അല്ല അവിടെ കടലില്ല, കരയാണ്, ഞങ്ങളാണ് അത് നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ അതിന് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാനിലേക്ക് ഒരു വാർ ഫ്രണ്ട് തുറക്കുമ്പോൾ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇവര് ബംഗ്ലാദേശ് ഇന്ത്യയെ ആക്രമിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യക്ക് ഈ 2 വാർ ഫ്രണ്ട് അവിടെ തുറക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യം എനിക്കുണ്ട്. ഇവന്മാരെ രണ്ടിനെ നിയന്ത്രിക്കുന്നത് ചൈനയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് നെക്സസ് ഇന്ത്യക്ക് എക്സ്പോസ് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കുമോ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ? എന്താ തോന്നുന്നത്? അത് എക്സ്പോസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓൾറെഡി അത് പരസ്യമായിട്ടുള്ള ബന്ധമാണല്ലോ. കാരണം അല്ല, പാകിസ്ഥാനും പരസ്യമായിട്ടുള്ള ചൈനയും ബന്ധമാണെങ്കിലും നമുക്ക് ഈ തെളിവുകളുടെ ആവശ്യമുണ്ടല്ലോ. ഈ ലോകരാജ്യങ്ങൾ നമ്മളോട് എത്രയൊക്കെ അനുഭാവപൂർണ്ണമായിട്ട് പ്രവർത്തിക്കുന്നവന്മാരാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ യവന്മാര് നേരെ തിരിഞ്ഞിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ പാകിസ്ഥാനിൽ ഇപ്പോ നമുക്കിവിടെ പഹൽഗാമിൽ ഒരു അടി നടന്നപ്പോ ഈ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് പെട്ടെന്ന് തന്നെ പോയി തിരിച്ചടിക്കാൻ പറ്റാത്തത്? ഇന്ത്യ പതുക്കെ പതുക്കെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് യുവമാരെ മുമ്പിലൊക്കെ കാണിക്കാൻ. പക്ഷെ പറയുമ്പോൾ ഇവരെല്ലാവരും നമ്മുടെ സൗഹൃദ രാജ്യങ്ങൾ തന്നെയാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അതിനകത്തൊരു കാര്യമുണ്ട്. അതനുസരിച്ച് പറഞ്ഞതിനകത്ത് മറ്റൊരു പോയിന്റ് ഉണ്ട്. അത് വേറൊരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഒരിക്കലും പ്രത്യക്ഷത്തിൽ ചൈനയും ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരു സഖ്യം ഉണ്ടാകില്ല. പ്രത്യക്ഷത്തിൽ വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ചൈന എന്ന് പറയുന്നത് എന്താണെന്നുള്ള ലോകത്തിനറിയാം. ചതിക്കുന്നതിലെ വഞ്ചിക്കുന്നതും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അവർ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ അവസരം മുതലെടുക്കാൻ സ്വാഭാവികമായും ഇന്ത്യ തകരണമെന്ന് ആഗ്രഹിക്കുന്ന ചൈന അതിനോട് ശ്രമിക്കും. ഇതോടൊപ്പം തന്നെ എന്തായാലും ഇപ്പൊ ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ചൈന വരെ ഒന്ന് പോയിട്ട് വരാം. ചൈനയില് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു പ്രധാന വാർത്തയുണ്ട്. അത് ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു കാണത്തില്ല. അവിടെ ഈ ട്രംപിന്റെ താരിഫ് യുദ്ധം വന്നതിന് ശേഷം അവിടെ ആയിരക്കണക്കിന് കയറ്റുമതി ചെയ്യുന്ന കമ്പനികളുണ്ട്, ഫാക്ടറികളും മറ്റുമൊക്കെ. അത് നമ്മുടെ ഈ കൊറോണ സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥലമുണ്ടല്ലോ, ആ ഒരു നഗരം, എന്താണ് പേര് ഞാൻ മറന്നുപോയി. വുഹാൻ. ഈ വുഹാനിലാണ് അത് ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പൊ ഈ വുഹാനില് കഴിഞ്ഞ കുറെ ദിവസമായി അവിടെ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലാണ്. അവർ വലിയ പ്രതിഷേധ പ്രകടനം മറ്റും നടത്തുന്നുണ്ട്. കാരണം ഈ കമ്പനികൾ ഈ താരിഫ് കൂട്ടിയത് മൂലം ഒന്നും കയറ്റിവിടാൻ കഴിയുന്നില്ല. അതോടുകൂടി തന്നെ കമ്പനികളെല്ലാം അവരുടെ സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കുന്നില്ല. ഒപ്പം തന്നെ സ്റ്റാഫുകളെ പിരിച്ചുവിടുന്നുണ്ട്. ഇതിനെതിരെ ഒരു വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട് അവിടെ. ഒപ്പം തന്നെ പല കമ്പനികളും പൂട്ടുന്നതിന്റെ വക്കിലാണ്. ഇതേ രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. ചൈനയുടെ സാമ്പത്തിക നില വലിയ പരിതാപകരമായ അവസ്ഥയിൽ പോകുമെന്നാണ് ഇന്റർനാഷണൽ മീഡിയാസ് പറയുന്നത്. ഇത് ട്രംപ് അങ്ങനെ പറഞ്ഞതിന് പിന്നാലെ വലിയ തിരിച്ചടിയാണ്. അതായത് പല വമ്പൻ കമ്പനികളും ചൈന വിടാനുള്ള തീരുമാനത്തിലുമാണ്. ഈ കയറ്റുമതിക്കാരായിട്ടുള്ള ഒരുപാട് കമ്പനികൾ കൂട്ടിപ്പോയി പലതും. അവരുടെ തൊഴിലാളികൾ, നമ്മൾ ചൈനയെ സംബന്ധിച്ച് അവിടെ ഈ തൊഴിലാളി പ്രക്ഷോഭം എന്നൊക്കെ പറയുന്നത് വലിയ വാർത്ത തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ പോലെയല്ല. അവിടെ ഒരു പ്രക്ഷോഭം നടത്തുക എന്നൊക്കെ കുറച്ചുനാൾക്ക് മുമ്പ് അവിടെ ഈ ഇവർ ഈ റിയൽ എസ്റ്റേറ്റിൽ മുടക്കിയ പൈസ അതെല്ലാം ഡെഡ് ആയി പോയിരുന്നു. ചൈന പല രാജ്യങ്ങളായി മുടക്കിയ പൈസ അതുമൂലം അവിടുത്തെ ബാങ്കുകൾ വലിയ പ്രതിസന്ധി നേരിട്ടു. പല ബാങ്കുകളും പൂട്ടിപ്പോയി. ജനങ്ങളുടെ പൈസ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ വന്നിരുന്നു. അന്ന് ഈ പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഈ ബാങ്കുകൾക്ക് മുമ്പിൽ വലിയ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തി. അതിനെ ചൈന നേരിട്ടത് ഈ പട്ടാളത്തെ ഉപയോഗിച്ച് വളരെ നൈസായിട്ട് അങ്ങ് നേരിട്ടു. കാരണം അതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. കാരണം ചൈനയിൽ നിന്നൊക്കെ വാർത്തകൾ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ കാര്യങ്ങളാണ്. ഈ ഉപഗ്രഹ ചിത്രങ്ങളും ഇല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആരെങ്കിലും ഒക്കെ സ്പൈ വർക്ക് ചെയ്തിട്ടൊക്കെയാണ് ചിത്രങ്ങൾ എത്തിക്കും. അന്ന് ആ ചിത്രങ്ങൾ എത്തിച്ചതിന് ശേഷം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അത് നിന്നുപോയി. ഇപ്പൊ കേൾക്കുന്നു വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. അത് ഒരു സൈഡിൽ നിൽക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഇന്ത്യ വളർന്നു വരാൻ, കാരണം ചൈനയ്ക്ക് ബദലായി മുമ്പോട്ട് വളർന്നു വരാൻ ഈ കിഴക്കൻ ഏഷ്യയിൽ സാധ്യതയുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് പണിയാം. അത് സ്വാഭാവികമായി അവർ ചിന്തിക്കും. അവരങ്ങനെയാണ് അവരുടെ രീതി. ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ പ്രോക്സി സംഘടനകളുണ്ട് ബംഗ്ലാദേശിനെ സംബന്ധിച്ച്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു റിട്ടയർഡ് മേജർ, ഈ റഹ്മാൻ എന്ന് പറയുന്ന റിട്ടയർഡ് മേജർ പറഞ്ഞൊരു കാര്യം, ഈ ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് കുറച്ചു മുമ്പ് ഞാൻ നോക്കുമ്പോൾ ഈ ബംഗ്ലാദേശിന്റെ ഡാക്കാ ട്രിബ്യൂൺ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആ വാർത്ത. അവര് അതിലെ യുനെസിന്റെ പ്രതിനിധി, അതായത് യുനെസിന്റെ സ്പോക്സ് പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഈ റിട്ടയർഡ് മേജർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, രാജ്യത്തിന്റെ അഭിപ്രായമല്ല, രാജ്യത്തിന്റെ സ്റ്റാൻഡ് അല്ല, ഞങ്ങൾ രാജ്യത്തിന്റെ ഒരിക്കലും അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്ന് അവർ പറയുന്നുണ്ട്. അതിലൊരു കാര്യം എന്തെന്ന് വെച്ചാൽ
ഈ യുഎസിന്റെ കയ്യിലല്ല ബംഗ്ലാദേശിന്റെ കടിഞ്ഞാണ് ഇരിക്കുന്നത്. അത് ഇപ്പോഴും ഇന്ത്യയുടെ കയ്യിൽ തന്നെയാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതാണ് നമ്മൾ മുൻപ് പറഞ്ഞത്, പട്ടാള അട്ടിമറി എന്നൊക്കെ നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്കാണ് അത് നിൽക്കുന്നത്. അതിനകത്ത് യുഎസിനും വലിയ ഭയമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അതില്ലെങ്കിൽ ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ തിരിച്ചടി നമ്മുടെ രാജ്യം കൊടുക്കുമ്പോൾ അത് നീണ്ടുപോയാൽ, ഒരു മാസം 2 മാസത്തേക്ക് നീണ്ടുപോയാൽ, നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ കലാപങ്ങളോ ഇല്ലെങ്കിൽ ഭീകരപ്രവർത്തനങ്ങളോ നടത്താൻ ഈ പാകിസ്ഥാന്റെ ഒരു വഴി അടഞ്ഞിരിക്കുന്നത്. അവിടുന്ന് ഭീകരവാദികൾ അധികം വരാൻ സാധ്യതയില്ലെങ്കിൽ ഈ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഭീകര സംഘടന, കാരണം ISIS ഒക്കെ ഒക്കെ അവിടെ വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തന്നെ വാർത്ത ചെയ്തിരുന്നു, പലയിടങ്ങളിലും അവർ ക്യാമ്പുകൾ തന്നെ തുറന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയോ അല്ലെങ്കിൽ ബംഗ്ലാദേശികളായിട്ടുള്ള അവരുടെ ഇല്ലീഗൽ ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്, അതായത് നിയമവിരുദ്ധമായി ഈ രാജ്യത്ത് തങ്ങുന്നവരും കൊണ്ട് അങ്ങനെ ഒരു ചില സംഭവങ്ങളിലേക്ക് ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു സാധനം ചെയ്യുകയാണ് എങ്കിൽ. കാരണം എന്താ വെച്ചാൽ ഈ യുദ്ധം നീണ്ടുപോയി കഴിയുമ്പോൾ പല സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ രാജ്യത്തിന്റെ എതിരെ സംസാരിക്കാൻ തുടങ്ങും. യുദ്ധം നീണ്ടുപോകുന്നു, അങ്ങനെയാണ്. ഇപ്പൊ അടിക്കടിക്കുന്ന എല്ലാവരും പറയും, അടി അങ്ങോട്ട് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ പറയും "അയ്യോ, പെട്ടെന്ന് നിർത്തുന്നു" പറയും. കാരണം അതാണ് നമ്മുടെ ഒരു രീതി. നമുക്ക് സ്വിച്ച് ഇടുന്ന കണക്ക് എല്ലാം വേണം, സിനിമ പോലെ എല്ലാം വേണം. ഇപ്പൊ അടിക്കണം, ഇപ്പൊ നമുക്ക് പിന്നെ റെസ്റ്റ് എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ പറയും അത് വേണ്ട, കാരണം ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ പതുക്കെ വില കൂടും, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇവിടെ നിർത്താൻ പറയും. കാരണം ഈ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവേറിയ ഒന്നായതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഈ രാഷ്ട്രീയ സംഘടനകളും മറ്റു സംഘടനകളും ഒക്കെ ഒരു പ്രതിഷേധമായി വരികയാണെങ്കിൽ അതിന്റെ മറപിടിച്ചുകൊണ്ട് വിഘടനവാദികളും തീവ്രവാദികളും, നമ്മുടെ നാട്ടിൽ തന്നെ അനവധി സ്ലീപ്പർ സെല്ലുകളും സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അത്തരത്തിൽ തന്നെ ഉള്ളതുണ്ട്. അവരുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിൽ കലാപത്തിനൊക്കെ ഒരു സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ട ഒരു കാര്യം. ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ ചൈനയ്ക്കും പാകിസ്ഥാനും ഈ ഇത്തരം കലാപങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള ഫണ്ട് നിലവിൽ കയ്യിലില്ല. ചൈന ഹെൽപ്പ് ചെയ്തെങ്കിൽ മാത്രമേ അത് ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ചൈനയുടെ സാമ്പത്തിക സ്രോതസ്സിലായിരിക്കും ഈ കളി മുഴുവൻ നടക്കുന്നത്. അതല്ലാതെ ചൈന ഇപ്പൊ ഭീകരവാദികൾക്ക് മിസൈലോ അല്ലെങ്കിൽ 5th തലമുറ യുദ്ധവിമാനം ഒന്നും വിടില്ല. പകരം ഇത്തരത്തിലുള്ള ഫണ്ട് വലിയ രീതിയിൽ ഇറക്കിക്കൊണ്ട് അതിനുള്ള പ്രോത്സാഹനം നൽകും. കാരണം ഭീകരവാദികളെല്ലാം വരുന്നത് നല്ലൊരു തുക കൈപ്പറ്റിയതിന് ശേഷമാണ് വരുന്നത്. ബാക്കി തുക ഇവര് ഓപ്പറേഷൻ തീർത്ത് നാട്ടിൽ ചെല്ലുമ്പോൾ കൊടുക്കാം എന്നൊക്കെ ഉള്ള എഗ്രിമെന്റിലൊക്കെ തന്നെയാണ് ഇവർ പലരും വരുന്നത്. അതല്ലാതെ അവർ ഈ അന്ധമായ മതരാജ്യം സ്ഥാപിക്കാനൊന്നും അല്ല അവർ വരുന്നത്. അവർക്ക് അവരുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ ഇതൊരു സാധ്യതയാണ്. സാധ്യത എന്ന് അല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പതുക്കെ പതുക്കെ പല മാധ്യമങ്ങളും അത്തരത്തിലുള്ള വാർത്ത നൽകുന്നുണ്ട്. ഇങ്ങനെ ആ ആക്സസ് വരാനുള്ള സാധ്യത, ഭയങ്കരമായിട്ടുള്ള ഒരു സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ യുദ്ധം നീണ്ടുപോയാൽ, ഇനി അതല്ല, നമ്മുടെ രാജ്യം ഒരു 3-4 ദിവസത്തിനുള്ളിൽ അടിച്ചു തീർക്കുക, പ്രധാനപ്പെട്ട മർമ്മങ്ങളിലെല്ലാം നമ്മൾ അടിച്ച് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഇത് വരുന്നില്ല. പക്ഷെ ബംഗ്ലാദേശിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാല് യൂനസിന് അങ്ങനെ എടാപിടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ അവിടെയുള്ള തീവ്രവാദ സംഘടന കയറൂരി വിടാൻ കഴിയില്ല. കാരണം യൂനസിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. കാരണം ഏത് നിമിഷം അവർ കൊടുത്തിരിക്കുന്ന ഒരു ടൈം ഡിസംബറാണ് സേന കൊടുത്തിരിക്കുന്നത്. അതിന് മുമ്പ് ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ അധികാരം പിടിക്കുന്ന ഒരു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപക്ഷെ നേരത്തെ ആയിക്കൂടുന്നുമില്ല. കാരണം ഷേഖ് ഹസീനയുടെ പാർട്ടിക്കാരൊക്കെ പറയുന്നു ഹസീന മടങ്ങി വരാൻ സമയമായി എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് യൂനിസ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് യൂനിസ് പെട്ടെന്ന് തന്നെ ആ പ്രസ്താവന, ഈ റിട്ടയർഡ് മേജറുടെ പ്രസ്താവന തിരുത്തി ഞങ്ങൾക്ക് ഇത് പങ്കില്ല, അത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്, രാജ്യത്തിന്റെ നല്ലെന്ന് പറഞ്ഞ് രംഗത്ത് വരാൻ കാരണം. അപ്പൊ ഇങ്ങനെ ഒരു സാധ്യത നിൽക്കുന്നു. കാരണം പാകിസ്ഥാനെ പ്രത്യക്ഷത്തിൽ ചൈന സഹായിച്ചില്ല എങ്കിലും പാകിസ്ഥാനെ നിർലോഭം ചൈന സഹായിക്കുന്നു എന്നുള്ള കാര്യം ലോകത്തിനെല്ലാം നന്നായിട്ടറിയാം. ഒപ്പം തന്നെ ബംഗ്ലാദേശിനെ ഈ ഒരു സാഹചര്യത്തിൽ സഹായിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരാക്കാനുള്ള ശ്രമം ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അത് 101% ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ആശ്വാസകരമായിരിക്കുന്ന കാര്യം, ചൈനയ്ക്ക് അങ്ങനെ പെട്ടെന്ന് പ്രത്യക്ഷമായിട്ട് ഇറങ്ങാൻ കഴിയില്ല. കാരണം അതിന് കാര്യം വെച്ചാൽ ഇന്ത്യയെ ഭയന്നിട്ടല്ലാതെ, പകരം ഇവരങ്ങനെ ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ റഷ്യ നമുക്കൊരു വലിയ ഒരു പിന്തുണയുമായി എത്തും. പക്ഷെ പലരും ധരിക്കുന്നത് ചൈനയുമായി നല്ല ബന്ധമാണല്ലോ റഷ്യക്ക്. അത്ര നല്ല ബന്ധമൊന്നും അല്ല ചൈനയുമായിട്ട്. ചൈനയുടെ കയ്യിൽ നിന്ന് അവരങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വലുതായിട്ട് ഇപ്പൊ വാങ്ങുന്നില്ല. ചൈനയും ഇപ്പൊ വാങ്ങലൊക്കെ നിന്ന് അങ്ങനെ ബന്ധം അങ്ങനത്തെ ഒരു സ്മൂത്ത് ഒന്നും അല്ല. അത് മാത്രമല്ല, പലരും കരുതും ഇതും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണല്ലോ അതും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണല്ലോ. പക്ഷെ റഷ്യ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമല്ല. അവർ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിരുന്ന കാലത്ത് 1971 ഈ ആക്രമണം, നമ്മുടെ ഒരു ആക്രമണം വന്നപ്പോൾ ചൈനയ്ക്ക് ബദലൊരുക്കിക്കൊണ്ട് റഷ്യൻ അതിർത്തിയിൽ അവർ നിരന്നത് നമ്മൾ മറക്കരുത്. അന്ന് അവർ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രവുമായിരുന്നു ചൈനയുടെ ഒക്കെ ഒരേപോലെ പോകുന്നവരാണ്. ഇന്ന് അവരങ്ങനെ അല്ല. പുട്ടിനെ സംബന്ധിച്ച് ഇന്ത്യ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം അവരുടെ ഒരു വലിയ വരുമാന സ്രോതസ്സാണ് ഇന്ത്യ. അപ്പൊ അതിനെ ചൈന ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ആയുധങ്ങളാണ് ഇന്ത്യയുടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആയുധങ്ങളും. അപ്പൊ അതിന് ഡാമേജ് വരുത്താൻ അവർ സമ്മതിക്കില്ല. കാരണം അവർക്കൊരു മാർക്കറ്റിംഗ് ആണല്ലോ. അപ്പൊ അത് തകർക്കുക പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അതൊരു അവരുടെ ബിസിനസ് മൈൻഡാണ് ഞാൻ പറഞ്ഞത്, റഷ്യയുടേത്. അതൊന്ന്. പിന്നെ ഇന്ത്യയുടെ എല്ലാ കാലത്തെ ആത്മാന സുഹൃത്താണ്. അത് രണ്ടാമത്തെ കാര്യം. ഇന്ത്യ പ്രൊട്ടക്ട് ചെയ്യേണ്ട, കാരണം ഇന്ത്യ അവരുടെ ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങുന്ന ആ വിഭാഗമാണ്. അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള റഷ്യയുടെ കടമ. അപ്പൊ റഷ്യക്ക്
വലിയ താല്പര്യമൊന്നും ഇല്ല ചൈന അതിന് വളർന്നു വരുന്നത്. കാരണം ചൈനയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. മുൻപ് ചൈനയും റഷ്യയും തമ്മിൽ അനവധി തവണ അതിർത്തി തർക്കം ഉണ്ടായിരുന്നതാണ്. റഷ്യയല്ല, അന്ന് USSR ആയിരുന്നു. ഇപ്പൊ അത് റഷ്യയായിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ അത്ര ഇല്ല. അപ്പൊ അതൊരു ഭയമുണ്ട്. മറ്റൊന്ന്, ഇത് അല്ല സംഭവിക്കുന്നെങ്കിൽ ചൈന ഭയക്കുന്ന മറ്റൊരു കാര്യം അവിടെ സംഭവിക്കും. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അവർക്കൊരു സ്പേസ് ആവശ്യമാണ് ചൈനയ്ക്ക് ബദലൊരുക്കാനായിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ സമുദ്രവും കടലും മണ്ണും, കടലും കരയും, ഇന്ത്യയുടെ കടലും കരയും. കാരണം നമ്മൾ അതിന് അമേരിക്ക അടുപ്പിച്ചിട്ടില്ല. നമ്മൾ അവരെ ഒരു അകറ്റി നിർത്തിയിരിക്കുകയാണ്. ഒറ്റ കൈക്ക് വേണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അവർക്ക് അമേരിക്കയ്ക്ക് സ്പേസ് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ചൈനയെ ചെറുതൊന്നുമല്ല ഭയപ്പെടുന്നത്. കാരണം ഇവർ അടിച്ചിട്ട് പോകില്ലല്ലോ. ഒരു സ്ഥലത്തൊരു വ്യോമ താവളം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ സൈനിക ക്യാമ്പ് തുറന്നാൽ അവരെങ്ങും പോകില്ല, പെട്ടെന്നൊന്നും പോകാനും കഴിയില്ല. അപ്പൊ ആ ഒരു സാഹചര്യം ചൈന കാണുന്നുണ്ട്. കാരണം എന്തിനാണ് വേലിയിലിരിക്കുന്നതിനെ എടുത്ത് വെക്കുന്നതെന്ന് ചൈന ചിന്തിക്കും. അതുകൊണ്ട് ഒരിക്കലും അവർ പ്രത്യക്ഷത്തിൽ വരാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം അവരുടെ മുമ്പിൽ ഈ ലോകത്തെ പ്രധാനപ്പെട്ട രണ്ട് വമ്പൻ ശക്തികളും അവരുടെ ശത്രുക്കൾ തന്നെയാണ്. അവർ ഇന്ത്യയെ സഹായിക്കുക തന്നെ ചെയ്യും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ഒരു പ്രധാന വിപണിയാണ് ഇന്ത്യ ഇപ്പോൾ ലോകത്ത് തന്നെ വളർന്നു വരുന്നത്. അതിനെ തകർക്കുകയല്ല. കാരണം ഇന്ത്യയായിട്ട് ട്രേഡിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഈസിയാണ്. ചൈനയിലെ പോലെയല്ല, നിഗൂഢതകളൊന്നും തന്നെ ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, റഷ്യ ഉൾപ്പെടെയുള്ള ആയുധം. പിന്നെ ഈ അമേരിക്കയ്ക്ക് ഒരു വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇന്ത്യയുമായി കൂടുതൽ അടുത്തുകൊണ്ട് ചൈനയ്ക്ക് ബദലെടുക്കുക എന്നുള്ളതാണ്. കാരണം ചൈനയാണ് അമേരിക്കയ്ക്ക് ഒരു വലിയ ശത്രു എന്ന് അമേരിക്ക തന്നെ കരുതുന്നുണ്ട്. ഓപ്പണായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവർ പ്രത്യക്ഷത്തിൽ വരാൻ സാധ്യതകളൊന്നുമില്ല. ധനുഷ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രോക്സികളെ വെച്ചിട്ടുള്ള ഒരു കളി അവർ കളിക്കാൻ സാധ്യതയുണ്ട്. അതിപ്പോ സ്വാഭാവികമായി തന്നെ ഇപ്പോഴും ചൈനയുടെ ലിങ്കുകൾ നമ്മൾ ഇപ്പൊ ഈ പഹൽഗാം പിന്നെ ഭീകരാക്രമണത്തിൽ നമ്മളുടെ NIA കണ്ടെത്തിയിട്ടുണ്ട്. അവർ സാറ്റലൈറ്റ് ഫോണുകൾ യൂസ് ചെയ്യുന്നത് ചൈനയുടെ സാറ്റലൈറ്റ് ഫോണാണെന്നാണ്. ഇനിയിപ്പം അതൊക്കെ ചൈനയുടെ സാറ്റലൈറ്റ് ഫോണാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ചൈനയുടെ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനുള്ള കാര്യങ്ങളുമില്ല. ഒരു പക്ഷെ അത്തരം വിവരങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ രാജ്യം ഒരിക്കലും അത് പുറത്തു വിടാൻ സാധ്യത. കാരണം എല്ലാ രാജ്യങ്ങളും രഹസ്യമായി സൂക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാകണ്ടെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെയുള്ള ഇഷ്യൂകൾ കാണും. എല്ലാവരും സൂക്ഷിക്കുന്ന ഒരു കാര്യം, അങ്ങനത്തേക്ക് പോകും. ഏതായാലും ഈ അച്ചുതണ്ട് ഉണ്ടാകും. പക്ഷെ ആ അച്ചുതണ്ട് അണിയറയിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ചൈനയെ സംബന്ധിച്ച് പാകിസ്ഥാൻ ആയുധങ്ങളൊന്നും കൊടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ചൈനയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ അവർക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഒരു മിസൈൽ പരീക്ഷണം നടത്തിയെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ചൈന കൊടുത്ത സാധനം എടുത്ത് പൊട്ടിച്ചതാണോ എന്ന് അറിയത്തില്ല. ചൈനക്കാർ തന്നെ ഒന്ന് പൊട്ടിച്ചിട്ടേ അങ്ങനെയാണ് ഇവർ പലതും ചെയ്യുന്നത്. ചൈനയെ കൊണ്ടാണ് ചെയ്യുന്നത്. മുമ്പൊക്കെ അവർ ചൈനയിൽ പോയായിരുന്നു പൊട്ടിക്കുന്നത്. എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ പരീക്ഷണം വിജയിച്ചു എന്ന് പറയുമായിരുന്നു. അപ്പം ചൈനയിൽ ഇരിക്കാൻ പറ്റുന്ന സാധനം വരുമ്പോൾ സാമ്പിൾ പൊട്ടിച്ച് കാണിച്ചു കൊടുക്കും. പക്ഷെ ഇന്ത്യ പണ്ടൊരു സാമ്പിൾ കാണിച്ചു കൊടുത്തിരുന്നു. അത് ധനുഷിന് ഓർമ്മയുണ്ടാകും. അത് പാകിസ്ഥാന്റെ ഏതോ ഒരു നഗരത്തിനടുത്തായിരുന്നു നമ്മുടെ ബ്രഹ്മോസിന്റെ മിസൈൽ പതിച്ചത്. പക്ഷെ അതിനകത്ത് സ്ഫോടക വസ്തുക്കളൊന്നും ഇല്ലായിരുന്നു. അന്നത് കേട്ട കാര്യം തായ്വാനും ചില ആസിയാൻ രാജ്യങ്ങളും നമ്മുടെ ബ്രഹ്മോസ് വാങ്ങിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അവർക്ക് അതിനകത്തൊരു സംശയം. കാരണം നമ്മളിത് എങ്ങും ഉപയോഗിച്ചിട്ടില്ലല്ലോ, എങ്ങനെ ഉണ്ടാകും സാധനമൊന്നും. അപ്പൊ അന്ന് ടെസ്റ്റിങ്ങിനായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളന്ന് ആ അബദ്ധത്തിൽ ചെന്ന് വീണാണെന്നാ ഇന്ത്യ അത് പാകിസ്ഥാനോട് പറഞ്ഞത്. അല്ല പറയുക മാത്രമല്ല, ആ ഉദ്യോഗസ്ഥനെ പുറത്താക്കുകയും ചെയ്തിരുന്നു. പുറത്താക്കിയതാണോ ഇനിയിപ്പോ പ്രൊമോഷനോടുകൂടി മറ്റെന്തെങ്കിലും തസ്തികയുടെ മാറ്റിയാണോ എന്ന് നമുക്ക് അറിയില്ല. ഏതായാലും നമ്മൾ അങ്ങനെ ചെയ്തവരാണ്. നമ്മൾ ഒറിജിനൽ സാധനം തന്നെ വിട്ട് കച്ചവടം വാങ്ങിക്കാൻ പറ്റുന്നവരെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അതിന്റെ ഒരു ഇതാണ് നടത്തിയത്. അപ്പം ഈ മിസൈലിന്റെ കാര്യത്തിൽ എന്താണെന്ന് അറിയില്ല. മിസൈലൊക്കെ ഉള്ളത് നല്ലത് തന്നെ. പക്ഷെ ഇങ്ങനൊരു ഇത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊരു തിരിച്ചടിക്ക് പോകുമ്പോൾ ചൈന, ബംഗ്ലാദേശ്, അതായത് ബംഗ്ലാദേശ് എന്ന രാജ്യം പൂർണ്ണമായിട്ടില്ലെങ്കിലും അതിനകത്തുള്ള ടെറർ ഗ്രൂപ്പുകൾ വളരെ ആക്റ്റീവായിട്ടുണ്ടാകും. ഒരുപക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ പല ഭാഗത്തും ചില കലാപങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് അതിനകത്ത്. അത് യുദ്ധം നീണ്ടുപോയാൽ മാത്രമേ അതുള്ളൂ. പെട്ടെന്ന് അത് അവസാനിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷെ അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ആഭ്യന്തര കലാപങ്ങൾ ഒരുപാടുണ്ടാകും. കാരണം ഇങ്ങനെയുള്ള സ്ഫോടനങ്ങളൊക്കെ നടക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു വിഭാഗത്തിന് നേരെയുള്ള ഒരു അക്രമമായിട്ടൊക്കെ ചിത്രീകരിക്കപ്പെടുക, തിരിച്ചടിക്കുകയൊക്കെ സാധ്യതകളുണ്ട്. താങ്ക് യു ചേട്ടാ.